ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവക്കാട് ഫാമിലേക്കാണ്. ഞങ്ങൾ മാത്രമല്ല പോണത്, മാമിയും കുട്ടികളും ഉമ്മയും ഫിദും എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പോണത്. അവർ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് അപ്പോൾ നമ്മൾ പോവാണ്. കണ്ടില്ലേ, എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. അച്ഛനും പിന്നെ എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇല്ലസ്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം മക്കളെ കൂട്ടിയിട്ട് പുറത്ത് പോകലുണ്ട്. ഇവരെ കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും എമിറേറ്റ്സ് മാളിലോ അല്ലെങ്കിൽ നെസ്റ്റോലോ ഒക്കെ പോയിട്ട് അവിടുത്തെ ഗെയിംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമല്ലോ, പിന്നെ വല്ല ബീച്ചിക്കൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയിലേക്കാണ് പോണത്. ഞാൻ കുറേ ആയില്ല സ്കാട് പറയണത് എനിക്ക് ഫാമിലിയിലേക്ക് പോകണോ, അവിടെ കാണാൻ എനിക്ക് ഭയങ്കര ആനിമൽസിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, സൂ പോലൊക്കെ. അപ്പോൾ അവിടേക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഇപ്പോഴാണല്ലോ ആൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ പോകണം. അപ്പോൾ ഇന്ന് പോകുമ്പോൾ മക്കളെയും കൂട്ടി പോവാം, അപ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് ഞാനാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവരെയും കൂട്ടിയിട്ട് ഫാമിലിയിൽ പോവാണ്. അവിടെ എത്താൻ നേരത്തെ നോക്കിയപ്പോൾ ഇതാണ് കഥ. 3 ആളെ മടിയിൽ 3 ആൾ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് വഴി തെറ്റിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പാലം തുടങ്ങിയ കാരണം നമുക്ക് മറ്റ് സർവീസ് റോഡ് കയറാൻ കുറച്ച് പണിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഉള്ളേരിയ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു ഉള്ളേരിയ ആണല്ലോ. അങ്ങനെ പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചാവക്കാടാണല്ലോ, അടുത്താണല്ലോ. പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ പോയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ലസ്ക വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ മക്കൾക്ക്. ഈ വീഡിയോ കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ലസ്ക വന്നിട്ടെടുത്ത വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും ടൈം കിട്ടണില്ല. പിന്നെ ഒന്നാമത് വെയ്യ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. നമ്മളവിടെ ഒരാൾക്ക് പെർ ഹെഡ് 200 രൂപയാണ് വന്നത്. പിന്നെ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചാർജ് ഉണ്ട്. അത് നമ്മൾ കയറി ചെന്നേക്ക് തന്നെ അവിടെ ഇതാ ഒരു ഒട്ടകം. അത് പിന്നെ എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല, എന്നാലും ഇല്ലാത്ത ധൈര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടകത്തിന് ഇലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിമോൾ കൊടുക്കണമെന്ന് പറഞ്ഞ് മമ്മൂക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്, ഭയങ്കര ധൈര്യമാണ് ഞാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പോകും. പക്ഷെ മമ്മ ഭയങ്കര പേടിയാണ്. ഫിദു പിന്നെ പോലെ ഭയങ്കര ധൈര്യമായിട്ട് പോകുന്നുണ്ട്. ഓളെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഓളെ എത്ര പേടിയായിട്ടുണ്ട്. പിന്നെ ഇതാ അപ്പുറത്തെ 2 കുതിര ഉണ്ടായിരുന്നു, അതിനും കാണാൻ പോയി. അപ്പം മമ്മ പറഞ്ഞിക്ക് ഇനി ധൈര്യമാണ് ഞാൻ കൊടുക്കാമെന്ന്. അപ്പോൾ പിന്നെ അതും കൊടുത്തിട്ടാ. അവിടെ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എനിക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എല്ലാത്തിൻ്റെ പേരൊന്നും നമുക്ക് വായിച്ചൊക്കെയൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊന്നും അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. നമ്മളിതിന് പറയുന്ന പേരൊന്നും അതിൻ്റെ ശരിക്കുള്ള പേര് വേറെ ഒന്നും ആയിരിക്കും. അതാണ് കഥ. നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറച്ച് ഭാഗങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ നടന്നു പോകാൻ ഒരുപാടുണ്ട് കേട്ടോ. നടന്ന ഒരുപാട് എനിമൽസൊക്കെ അതിലുണ്ട്, അതിലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഈ ലവ് ബേർഡ്സ് പോലത്തെ ചെറിയ ചെറിയ കിളികളൊക്കെ നമ്മളെ കയ്യിൽ വെച്ചിരുന്നു. പിന്നെ ഉള്ളതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മുന്നേ വീട്ടിൽ ലവ് ബേർഡ്സ് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനൊക്കെ പിടിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നു. ഇഷമോൾക്ക് ഇതാണ് കഥ. ഓൾക്കാണെങ്കിൽ എല്ലാവരും വെക്കണം, പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയാണ്. ലാസ്റ്റ് വരെ പറഞ്ഞിട്ട് ഇഷോൾ വെച്ചില്ല. ഇതിനൊന്നും വെക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ശരിക്കും എന്താ പറയുക, പേരെന്താ പറയാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ മാത്രമായിട്ട് എങ്ങനെയുള്ളൂ, അവിടെ വന്നിരുന്ന എല്ലാവരും ഓരോന്നിനെടുത്ത് തോളിലും കയ്യിലൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് അതിനൊക്കെ വെക്കാൻ പേടിയാണ്. അതെന്തൊക്കെ കാട്ടിയാലോ. പിന്നെ ഫിദുവിന് കിളിനെ വെക്കണമെന്ന് പറഞ്ഞു. ഓൾക്ക് അതിനും പേടിയായിരുന്നു. ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് വിളിച്ചത്. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അത് 2 സൈഡിലും ഒരു സൈഡിൽ പ്രാവൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ മീനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം കൈ വാഷ് ചെയ്തതിന് ശേഷം മീൻ തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ എനിക്കിത് കുറച്ച് ധൈര്യം, മീനല്ലേ നമ്മളൊന്നും ചെയ്യൂലല്ലോ. അപ്പോൾ അതിനൊരു ഇത്തിരി തീറ്റ കൊടുത്തപ്പോൾ തന്നെ എല്ലാം കൂടെ വരുന്ന നോക്കിയേ നല്ല രസമുണ്ടായിരുന്നു. ഞാനിവിടെ ഇനി തീറ്റൊക്കെ കൊടുത്തിട്ട് നോക്കുമ്പോൾ ഇതാ അതിനൊക്കെ വെള്ളത്തിൽ കൈയിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ആ മീനെ വീണ്ടും പിടിക്കായിട്ട്. അതിനങ്ങനത്തെ യാതൊരു പേടിയും ഇല്ല. എന്നാൽ പിന്നെ നമുക്കാ പേടി.
ഇല്ലസ്ക പിന്നെ ഇതിക്കൊന്നുമില്ല, ഇതിനൊന്നിനും കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് നടന്നാൽ മതി, വേറെ ആൾ ഇങ്ങനത്തേക്കൊന്നും നിൽക്കില്ല. പിന്നെ അവിടെ ഇതുപോലെ കുറേ അനിമൽസ് ഉണ്ട്, അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ട് വായിക്കണ്ടേ, ഇംഗ്ലീഷൊക്കെ എഴുതിയിരിക്കണം, അതുകൊണ്ട് തന്നെ ഞാനത് വായിക്കുന്നില്ല. ഇതിനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞല്ലോ ഈ അനിമൽസിനൊക്കെ കാണാൻ ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടം മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ പേടിയുണ്ട്. അതെന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? ഓടാനേ വെച്ച് പറ്റൂല, ചുറ്റോറും മതിരി ഇട്ടിരിക്കുക, അതന്നെ കഥ. പിന്നെ ഇതുപോലെ അവിടെ കുറേ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ദയ്യമോ ഒക്കെ ഉണ്ട്, അതിനെ ഇവിടെ കൂട്ടിലാക്കിയിരിക്കണ്. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ഇതിനൊക്കെ പോയിട്ട് ഈശയും മമ്മൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതിനൊന്നും ഇനി പേടിയില്ല, കാരണം അതൊരു ചെറുതാണല്ലോ, ഒന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഒരു കുഞ്ഞെ കുതിരക്കുട്ടി ഉണ്ട് അവിടെ. പിന്നെ ഒരു വെള്ള കുതിര ഉണ്ടാകുമ്പോൾ എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ, ഒരു 30 kg ഉള്ളിൽ. അത് അവരല്ലോ ചെയ്യുള്ളൂ. അപ്പോൾ യശുമോളെ കയറ്റിയിരുത്തിയ പാടെ തന്നെ ഇറക്കിയോളി, ഇറക്കണം പറഞ്ഞ് ഭയങ്കര കരച്ചില്. മമ്മൂനാണെങ്കിൽ പിന്നെ ഭയങ്കര പേടി, ഓനോട് കയറാൻ പറഞ്ഞപ്പോൾ പിന്നെ ഓൻ ബാക്കി കൂടി. പിന്നെ അജിനുവിനെ ഇരുത്തി വെക്കാമെന്ന് വിചാരിച്ച്. അജിനുവിന് പിന്നെ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓനെ നമ്മൾ കയറി ഇരുന്നപ്പോൾ കൈ വിട്ടായിരുന്നു. പിന്നെ പേടിക്കാനും വേണമെയുള്ള ഒരു ബുദ്ധി അതിനായിട്ടില്ലല്ലോ, അതാണ് സംഭവം. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലാണ് അവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊരു എൻജോയ്മെൻ്റ് ആവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. അതുപോലെ ഇങ്ങനെ കുറേ ഉണ്ട്, കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ കുറച്ച് ഏരിയയിൽ തന്നെ അവർ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ തുടങ്ങിയിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. ഞാൻ കുറേ ഇല്ലസ്കയോട് പറയുന്നത് നമുക്ക് അവിടേക്ക് പോകാമെന്നൊക്കെ. ഇല്ലസ്ക വരുന്ന സമയത്തല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ 7 months പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴായിരുന്നു. അപ്പോൾ പിന്നെ ചാവക്കാട് ഇപ്പോൾ 1 മണിക്കൂറാണെന്നുണ്ടെങ്കിലും അത്ര ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ സമയം കിട്ടിയത്. അങ്ങനെ ആ ഏരിയയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുയലിനെ നോക്കാൻ പോയി. പിന്നെ മുയലിനെ ഞാൻ മുന്നേ കുറച്ച് വളർത്തിയതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരുപാട് വെറൈറ്റി മുയലുണ്ട്, അതിൻ്റെ പേരൊന്നും നിൽക്കാറില്ലല്ലോ. നമ്മൾ വളർത്തുമ്പോൾ നമ്മളതൊന്നും നോക്കൂലല്ലോ. പിന്നെ പൂച്ചകളുണ്ട്, ഒരു 5-6 പൂച്ചകളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഉള്ളിലാണ്. അതിന് പുറത്തേക്ക് എടുക്കുന്നവരുണ്ട് കേട്ടോ, എടുത്ത് കയ്യിൽ വെക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളാരും നോക്കിയിട്ടൊന്നുമില്ല, അത് പിന്നെ അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ കുറച്ച് പാമ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനെ കാണുമ്പോൾ ചക്ക കിടക്കുന്ന പോലൊക്കെ ഇല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട്. ആ ചക്കൻ കൈ പിടിച്ചിട്ട് നോക്കി. അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് പാമ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പാമ്പിനൊക്കെ തോളിൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ പേടിയായി, എന്തെങ്കിലും കാട്ടിയാലോ. പിന്നെ വിചാരിച്ച് എല്ലാവരും വെക്കുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അവിടെ വെച്ച് നോക്കിയാലോ. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്ന്. അവർ കുറേ പേര് വന്നിട്ട് അതിൻ്റെ തോളിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അതൊക്കെ പേടിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുറച്ച് നേരമല്ലേ, 2 ഫോട്ടോ എടുത്തിട്ട് വേഗം എടുത്തൊഴിവാക്കി, എന്തെങ്കിലും കാട്ടിയാലോ. പിന്നെ ഫിദു പറഞ്ഞു ഫിദുവിനും ചെയ്ത് നോക്കണമെന്ന്. ഫിദു കുറേ ഞാൻ നിർബന്ധിച്ച്, എന്നിട്ട് അങ്ങനെ നിർത്തിച്ചതാണ്. ചുമളോട് ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ട, അവൾക്ക് വേണമെന്നുണ്ട്. എന്നാൽ അതിന് വിഷം ഉണ്ടാവുമോ, അതൊക്കെ പേടിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ പോയി. അവിടെ പാമ്പുകളെ ഓരോ ദിവസം ഓരോ പാമ്പുകളാണ് പുറത്തേക്ക് എടുക്കുക, അല്ലാണ്ട് എല്ലാத்தைയും കൂടി എടുക്കില്ല. ഒരു ദിവസം ഒരെണ്ണത്തിന്, പിറ്റേ ദിവസം അതിനെ ഉള്ളിലാക്കിയിട്ട് വേറെ എടുക്കും. അങ്ങനെയാണ് അവർ പറഞ്ഞത് ചോദിച്ചപ്പോൾ. പിന്നെ അവിടെയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ച്. ഈ ഏരിയയിൽ പിന്നെ കൂടുതൽ കിളികളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ പേരെന്താണ്, ഇതെന്താ ഒട്ടകപ്പക്ഷിയാണോ? അത് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും അവരെ കയ്യിൽ തീറ്റൊക്കെ കൊടുത്തിട്ട് ഫോട്ടോസ് എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ കയറണം. അതിലും ഒരുപാട് ആൾക്കാർ തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫിദിനോട് പറഞ്ഞു നമുക്ക് പോവാം, അത് വേണ്ട, ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ ഇറങ്ങിക്കോട്ടെ, നമുക്ക് പോവാമെന്ന് പറഞ്ഞു. പിന്നെ ഉമ്മയും മാമിയും എല്ലാവരും വേഗം പൊയ്ക്കണ്. ഞാനും ഫിദും കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ ആടി നടക്കുകയാണ്. പിന്നെ അസിനുവിനെ അമ്മ കൊണ്ടുപോയ കരഞ്ഞങ്ങാവൻ എന്നെ കാണാണ്ട് കരഞ്ഞാലോ, അതൊരു ടെൻഷനുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തി. അപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് അത്ര അനിമൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ അതിൽ പോവാം. അതിൽ ഞങ്ങളെത്തുമ്പോൾ തന്നെ ഏഷ്യം ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ്. കാരണം ഞങ്ങൾ മെല്ലെ മെല്ലെയാണല്ലോ വന്നത്. അപ്പോൾ തന്നെ അവരവിടെ സെറ്റ് ചെയ്യുന്നു. അതിനൊന്നെ ഞാൻ വെറുതെ അതിലൊന്ന് ഇരുത്തിയിട്ട് സെറ്റാക്കിയതാ. പിന്നെ എന്താ അതിന് അവിടെ നിന്ന് നീറ്റ് പോരുന്നില്ല. പിന്നെ അതിലിരിക്കാൻ വേണ്ടി കരയായിരുന്നു. ഞാൻ വെറുതെ എന്താകും എൻ്റെ റിയാക്ഷൻ നോക്കാൻ വേണ്ടി ചെയ്തതാ. പിന്നെ വേണ്ടില്ലാന്നായി. പിന്നെ ഫിദുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ഞാനും കുട്ടിയാണ്, എനിക്കും കൂടി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ ഞാൻ വേഗം എടുക്കാൻ പറഞ്ഞു. എങ്ങാ ഓള് ബാക്കിൽ കൂടെ വന്നതിന് തട്ടിയിട്ടാലോ. അതിനാണെങ്കിൽ പിന്നെ ഭയങ്കര കടച്ചിലായിരുന്നു അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓന് ഇരുത്തും താഴത്തേക്ക് വന്നിട്ട് വേണ്ടി ഇതേ കൂടെ തന്നെ തിരിച്ച് കയറിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഓന്. പിന്നെ ഫിദുൻ്റെ അടുത്തേൽ കയറുന്നു. ഫിദു അവിടെ ചെന്നപ്പോൾ ഫിദു ഒരു കുട്ടിയായി. പിന്നെ എനിക്ക് കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ, ആൾക്കാർ എന്താ വിചാരിക്കുക വെച്ചിട്ടാണ്. ആൾക്കാരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അതിലൊക്കെ കയറാൻ നല്ല രസമല്ലേ. പിന്നെ ഫിദുദാ അസിനൂനായിട്ട് വന്നത്. അപ്പോൾ അസിനു ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ അവനക്ക് തന്നെ വേണോ, എന്ത് ചെയ്താലും കരയായിരുന്നു അതിൽക്കും കയറാൻ വേണ്ടിയിട്ട്. ഉമ്മ പിന്നെ കുറേ നേരം ഇതുമ്പോൾ തന്നെ അങ്ങോട്ട് പിടിച്ച് ഓൻ്റെ കൊണ്ട് പിടിച്ചിരുത്തി. പിന്നെ അവിടെ ഇതുപോലെ കുറേ ഊഞ്ഞാലും അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മക്കൾക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനോന് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിക്കുന്നു. അപ്പോൾ അതിനോന് ഒറ്റയ്ക്ക് ഞങ്ങളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കി നോക്കിയായിരുന്നു. നല്ല രസം. അവർക്ക് ഭയങ്കര ഇഷ്ടമായിന്. ഒന്ന് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് തന്നെ. പിന്നെ ഇതിൽ കയറിയിരുന്നു ഫിദു. പിന്നെ കുട്ടികളുടെ കൂടെ തന്നെ അതിനിരിക്കണമൊക്കെ പിടിച്ചിരിക്കണം. ഇക്കാണെങ്കിൽ പേടി ഇതേങ്ങാ വീണാലോ എന്ന്. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഓനെങ്ങാൻ വീണാലോ അതിനാണെങ്കിൽ നീക്കാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ എടുക്കുമ്പോൾ ഓൻ കരയുക. അപ്പം മോനെ തിരിച്ചിരുത്തി. അതാകുമ്പോൾ വീഴില്ലല്ലോ. കാല് രണ്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടപ്പോൾ മൂപ്പര് ഓണാണ്. അവിടെ ഇരുന്ന് ടാറ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. ടാറ്റൊക്കെ തന്നിട്ട് വണ്ടി അത്ര അതങ്ങനെ പോയി. പിന്നെ ഇത് വന്നാൽ പിന്നെ എല്ലാവരും കയറണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുരങ്ങൻ്റെ പോലെ അടിക്കളിക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ഓള അവിടുത്തെ. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് അടുത്തേലും കയറി. ഇതാണെങ്കിൽ ഇതിലും കൂടിയും കയറണ്ടേ, അല്ലെങ്കിൽ അവർക്ക് സങ്കടമായാലോ എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി കുത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറക്കി കൂട്ടി വന്നപ്പോഴാണ് അതിൽ ഭയങ്കര കരയണു. അജിന് കരയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുന്നേനാ, പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നേനാ. പിന്നെ ഇല്ലാസ്ക പിന്നെ നേരത്തെ തന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ആൾ പിന്നെ വേഗം അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോവാണ് വണ്ടിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ മക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ എല്ലാം കണ്ട് അവരെ പാർക്കിലൊക്കെ കയറിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ പോയത്. പിന്നെ അപ്പോൾ ഇല്ലാസ്ക വണ്ടിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഫാമിലെ വരുന്നത് ചാവക്കാടാണ്. ചാവക്കാട് ഒരു ബീച്ചിൻ്റെ ഒക്കെ ഏകദേശം ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതൊന്ന് കുറച്ച് പോയി മതി, 2 കിലോമീറ്റർ തൊട്ടുള്ളൂ. അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടും കൂടിയും പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ മക്കൾക്കൊരു സന്തോഷമാവുമല്ലോ. നമ്മൾ പിന്നെ ബീച്ചിലൊന്നും പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അസിനു ഫുഡ് കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ വന്നിരുന്നുണ്ടായിരുന്നു. അവരെ കഴിഞ്ഞിട്ട് വന്നാലെന്ന് പറഞ്ഞിട്ട്. പിന്നെ അസിനു ഫുഡൊക്കെ കൊടുത്ത് സെറ്റാകുമ്പോൾ അല്ലെങ്കിൽ അവൻ കരയില്ലേ. ഫുഡൊക്കെ കൊടുത്ത് സെറ്റായി. പിന്നെ രാത്രി ആകുമ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുമ്പോൾ പിന്നെ ആരും ഉറങ്ങിയില്ല. അസിനും ഉറങ്ങിയിരുന്നു. അസിനും ഫുഡൊക്കെ കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ ഓൻ ഉറങ്ങിയിട്ടുണ്ട്. വണ്ടിയിൽ കയറി ഉറങ്ങുമല്ലോ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം രാത്രി 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ പോയത്. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ പറയുന്ന കാര്യമായിരുന്നു ഫാമിലിയിലെ പോകണമെന്ന്. അപ്പോൾ അതിന്നാണ് പോകാൻ പറ്റിയത്. അപ്പോൾ ഫാമിലിയിലെ പോയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ.